നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചതിന് പിന്നാലെ തന്നെ ആശ്വാസമായി മഴയുടെ പ്രവചനം കൂടി വരികയാണ്. അടുത്ത 5 ദിവസത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം 2 ദിവസം ഓരോ ജില്ലകളിൽ വീതം മഞ്ഞ അലർട്ടുകളുണ്ട്. മെയ് 7-ന് വയനാടും മെയ് 8-ന് മലപ്പുറത്തുമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. 2 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് 11 ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നേരിയ തോതിൽ മിതമായ തോതിലുള്ള മഴ ലഭിക്കുന്നത്. മെയ് 5-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം എന്നീ ജില്ലയിലാണ് മഴയുടെ സാധ്യത ഉള്ളത്. മെയ് 6-ന് ഈ 5 ജില്ലകൾക്കൊപ്പം കോഴിക്കോടും വയനാടും മഴ പെയ്യാനിടയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും വരുന്നുണ്ട്. മെയ് 7-ന് വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 13 ജില്ലയിൽ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴ പെയ്യുമെന്നാണ് അറിയിപ്പ്. മെയ് 8-ന് മലപ്പുറത്താണ് യെല്ലോ അലർട്ട്. ബാക്കി എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായോ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വന്നിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും മഴയുടെ ശക്തി അത് അങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ന് വരെ ഉഷ്ണതരംഗ മേഖല മാപ്പിൽ കേരളമുണ്ടെന്ന് പറയുന്നു. അതിനെ തുടർന്ന് തന്നെ വലിയ രീതിയിൽ ഈ നമ്മുടെ സമുദ്രമൊക്കെ ചൂടാകുന്നു, കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നു. ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ കടലിന്റെ വലിയ രീതിയിലുള്ള തിരമാല സംഭവിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഭയാനകപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് റെഡ് അലേർട്ട് തീരദേശ മേഖലയിലൊക്കെ തന്നെ റെഡ് അലേർട്ട് ആയിരുന്നു. ഈ റെഡ് അലേർട്ട് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് വരും ദിവസങ്ങളിൽ മഴയുടെ അറിയിപ്പ് കൂടി വരുന്നത്. ഉഷ്ണതരംഗം മാപ്പിൽ കേരളം ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടാനുണ്ട്. വിവിധ ജില്ലകളിൽ വിവിധ രീതിയിൽ തന്നെയാണ് ഈ ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ചൂടിന്. പക്ഷേ അപ്പോഴും നമ്മൾ അസഹനീയമായ ചൂടിന്റെ ദിവസങ്ങളാണ് ഇനിയും വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ മഴ ഒരു ആശ്വാസമായി തന്നെ മാറുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട്.